നമസ്കാരം. മുമ്പ് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വൈറൽ താരമായ ഒരാൾ ഉണ്ടായിരുന്നു, ഒരു IAS ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു, ശ്രീ N പ്രശാന്ത് IAS. കളക്ടർ ബ്രോ എന്ന് വിളിപ്പേരുള്ള അദ്ദേഹം കഴിഞ്ഞ കുറച്ച് നാളുകളായി സസ്പെൻഷനിലാണ്. കാരണം ഒന്നും നമുക്കെല്ലാവർക്കും അറിയാം. കാരണം അദ്ദേഹം ഉന്നത ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾക്കെതിരെ നിശ്ചിതമായിട്ടുള്ള അവരുടെ വഴിവിട്ട ഇടപാടുകൾക്കൊക്കെ എതിരെ നിശ്ചിതമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നു, സമൂഹ മാധ്യമങ്ങളിലൂടെ ഉന്നയിക്കുന്നു. അതൊക്കെയാണ് അദ്ദേഹത്തെ സർക്കാരിനും അല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥർക്കുമൊക്കെ അനഭിമിതനാക്കിയതെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ഇപ്പോൾ സസ്പെൻഷനിലുള്ള ശ്രീ N പ്രശാന്ത് ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലകുമായിട്ടുള്ള ജയതിലകുമായിട്ടുള്ള ഒരു ശീതസമരം നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. എന്തായാലും ജയതിലകിൻ്റെ അഴിമതികൾ തെളിവ് സഹിതം പുറത്തുവിട്ടതാണ് ഈ പ്രശാന്തിനെതിരെ ജയതിലകിന് വൈരാഗ്യം വരാനുള്ള കാരണം. എന്നാൽ സംസ്ഥാനത്തിൻ്റെ ചീഫ് സെക്രട്ടറി പദവിയിൽ ഇരുന്നു കൊണ്ട് വ്യക്തി വൈരാഗ്യം തീർക്കാൻ ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ ഇറങ്ങിത്തിരിക്കുന്നു എന്ന ഗുരുതര ആരോപണം ഇപ്പോൾ ചില മാധ്യമങ്ങളൊക്കെ തന്നെയും ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. N പ്രശാന്തിൻ്റെ സസ്പെൻഷൻ പിൻവലിക്കാനുള്ള തീരുമാനം അട്ടിമറിച്ചത് ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ജയതിലകാണ് എന്ന ഒരു വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏപ്രിൽ മാസത്തിൽ പ്രശാന്തിൻ്റെ സസ്പെൻഷൻ പിൻവലിക്കാൻ തീരുമാനിച്ചതിൻ്റെ രേഖകളടക്കം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ശാരദ മുരളീധരൻ, കഴിഞ്ഞ വിരമിച്ച ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള ശ്രീമതി ശാരദ മുരളീധരൻ, അവർ സെക്രട്ടറി ആയിരുന്ന കാലത്താണ് N പ്രശാന്തിനെ സർവീസിലേക്ക് തിരിച്ചെടുക്കാൻ ഒരു തീരുമാനമെടുത്തത്. പക്ഷേ അവരുടെ കാലാവധി, ശാരദ മുരളീധരൻ എന്ന ചീഫ് സെക്രട്ടറിയുടെ കാലാവധി പൂർത്തിയായതിന് ശേഷം ജയതിലക് ചീഫ് സെക്രട്ടറിയായി വന്നതോടുകൂടി ഈ N പ്രശാന്തിൻ്റെ A ജയതിലക് ചീഫ് സെക്രട്ടറിയായി വന്നതോടുകൂടി N പ്രശാന്തിൻ്റെ സസ്പെൻഷൻ നീട്ടുകയായിരുന്നു. N പ്രശാന്തിൻ്റെ സസ്പെൻഷൻ പിൻവലിക്കാനുള്ള തീരുമാനത്തിൽ ചില കാരണങ്ങളും ചൂണ്ടിക്കാണിച്ചിരുന്നു. അദ്ദേഹത്തിന് എതിരെ ഇപ്പോൾ ഒരു അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടില്ല എന്നും തിരിച്ചെടുക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള അച്ചടക്ക നടപടികൾ തുടരുന്നതിന് തടസ്സമാവില്ല എന്ന കാരണങ്ങളുമാണ് തിരിച്ചെടുക്കാനുള്ള ശുപാർശയിൽ റിവ്യൂ കമ്മിറ്റി നൽകിയത്. ഇതാണ് വസ്തുത എന്നിരിക്കെ ക്രമവിരുദ്ധമായി ജയതിലക് ഇടപെട്ട് അദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ നീട്ടിക്കൊണ്ടു പോകുന്നു എന്ന തരത്തിലേക്കുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ പോലും മറികടന്ന് ചട്ടവിരുദ്ധമായ ഇടപെടലിലൂടെയാണ് ജയതിലക് ഈ നീക്കം നടത്തിയെന്നുമാണ് ഇപ്പോൾ ആരോപണം ഉയരുന്നത്. എന്തായാലും സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ, സംസ്ഥാനത്തിൻ്റെ ചീഫ് സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ കൊളീഗായിട്ടുള്ള, അദ്ദേഹത്തെക്കാൾ ജൂനിയർ ആയിട്ടുള്ള ഒരു IAS ഓഫീസറുടെ കരിയർ വെച്ച് തന്നെയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന തരത്തിലേക്കുള്ള വിവരങ്ങളൊക്കെ ചില മാധ്യമങ്ങൾ പുറത്തുവിടുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ഇതിൽ പരിതപിക്കുകയേ നിവൃത്തിയുള്ളൂ. കാരണം ഒരു ഉദ്യോഗസ്ഥൻ വളരെ ചുറുചുറുക്കുള്ള, വളരെ കാര്യങ്ങൾ കൃത്യമായി തുറന്നു പറയുന്ന, കൃത്യമായി ഇടപെടൽ നടത്തുന്ന N പ്രശാന്തിനെ പോലെയുള്ള ഉദ്യോഗസ്ഥർ നമ്മുടെ നാടിന് ഒരു അസറ്റാണ്. അത് വ്യക്തിവൈരാഗ്യം തീർക്കാനുള്ള ഒരു വേദിയാക്കി അദ്ദേഹത്തിൻ്റെ കരിയർ നശിപ്പിച്ച് കളയരുത് എന്ന ഒരു അപേക്ഷയും അഭ്യർത്ഥനയും മാത്രമാണ് നമുക്ക് ഈ വാർത്തയിലൂടെ പങ്കുവെക്കാനുള്ളത്.